പ്രിയ കലാസ്നേഹികളെ, ഗഫൂർക്കയുടെ വാക്ക് കേട്ട് കരകാണ കടലിൽ കിടന്ന് അറബിപ്പൊൻ നാണയം തേടി പുറപ്പെട്ട ദാസനും വിജയനും പിന്നീട് എന്താണ് സംഭവിച്ചത്? കൊളംബസ് ബോയ്സ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ ദൃശ്യാവിഷ്കാരം ഒന്ന് കണ്ടു നോക്കൂ. പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചേക്കാം. പിന്നെ അതിഥികളൊക്കെ വന്നായിരിക്കാൻ നല്ലൊരു ഫോണ്. അത് പിന്നെ ബാത്റൂം അറ്റാച്ചതാണോ? പൂജാമുറി ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. വീടിന്റെ മുന്നിൽ കാണാനൊരു ചേര് വേണം. നല്ല പൂന്തോട്ടവും കാറ് കയറ്റിയിടാനുള്ള സ്ഥലവും. അപ്പോൾ എല്ലാ സൗകര്യമുള്ളൊരു വീട് വേണം അർത്ഥം. അല്ലേ? നിങ്ങൾ ഈ പറഞ്ഞ സൗകര്യമുള്ള വീട് വേണമെങ്കിലേ മാസം ഒരു 2000 രൂപ പറയാം. 2000 രൂപ? അതെ. പിന്നെ എത്ര കൊടുക്കാം? 1500. ഇതിനാകട്ടെ 1000. കുറച്ചുകൂടെ 750. കുറച്ചുകൂടെ പോരട്ടെ? 500. അല്ല കുറച്ചുകൂടെ. ഇനി എവിടെ വരെ താഴെന്ന് പറ. ഒരു 150 വരെ. 150. 2 ബെഡ്റൂം, പൂന്തോട്ടം, കാർ കയറ്റിയിടാനുള്ള സ്ഥലം, ബാത്റൂം അറ്റാച്ച്. 150 രൂപ വാങ്ങാൻ പറ്റിയ സ്ഥലമാണ്. Welcome, my boy. സർക്കിൾ ഇൻസ്പെക്ടർ വിളിക്കുന്നത് പറഞ്ഞു. പോലീസ് വേഷത്തിൽ ആളുകൾ കിട്ടുന്നത് ഞാൻ. നിങ്ങൾ കാരണം മാനം പോയൊരു പാവം തോന്നില്ല. ഇതൊക്കെ വളരെ മാരകമായ ഓപ്പറേഷൻ അൾട്രാമോഡേൺ മിഷൻ കൺട്രോൾ നമ്മുടെ നാടൻ മനസ്സിലാക്കി വരികയുണ്ട്. I am not an algorithm. I am Pavanai, a real person here. പിന്നെ മറ്റുള്ള വ്യക്തിക്ക് കൊടുക്കാത്ത ഒരു പരിഗണന ഞാൻ നിങ്ങൾക്ക്. You can select your own weapon. അമ്പും വില്ലും കൊണ്ട് ചാവണോ, ബോംബ് വേണോ, അതോ പിസ്റ്റൾ മാത്രമോ? മനസ്സിലുള്ള സത്യതയാണ്. ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അസംബ്ലിയിലേക്ക് പിടിച്ചെടുക്കാമായിരുന്നു. കർമ്മോന്മുഖനായ കസ്റ്റംസ് ഓഫീസർ, അന്വേഷണം ഏറ്റെടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, കൊല്ലപ്പെട്ടത് വെറും വേളാങ്കലിയിലല്ല. അതിവിപുലമായ ഒരു കളക്ടർ സെക്രട്ടറി 6 മാസങ്ങൾക്ക് മുമ്പ് വരാശ വെച്ചിട്ടുണ്ട്. അനന്തതമ്പിയ ഗോവയിലെ പെരേര തുടങ്ങിയ ഭീകരന്മാർ ഇന്ന് ഇരിപ്പഴിക്കില്ല. അതുകൊണ്ട് കുപ്രസിദ്ധനായ അന്താരാഷ്ട്ര കൊലയാളി പവനായിയെ വളരെ നിസ്സാരമായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു. ഈ അത്ഭുതങ്ങൾ സാധിച്ചെടുത്തത് ആരാണെന്ന് അറിയാമോ? ഇല്ല, ചെറുപ്പക്കാരായ മലയാളി. ആ മലയാളി കുട്ടികൾക്ക് തമിഴ്നാട് ക്രൈംബ്രാഞ്ചിന്റെ രോമാഞ്ചമാണ്. ഈ അന്വേഷണത്തിനായി അവരുടെ സേവനം പ്രയോജനപ്പെടുത്തണമെന്നാണ് എന്റെ ശക്തമായ അഭിപ്രായം. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തമിഴ്നാട് ഗവൺമെന്റ് നമ്മുടെ റിക്വസ്റ്റ് തള്ളിക്കളയാനില്ല. കീഴ്വഴക്കങ്ങൾ എന്തായാലും
എല്ലാ തടസ്സങ്ങളും നീക്കി തമിഴ്നാട് സർക്കാരിൽ പ്രഷർ ചെലുത്തി പ്രഗത്ഭരായ ആ 2 CIDകളെ ഇവിടെ വരുത്താൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് നിങ്ങളാണോ തീരുമാനിക്കാൻ? ടേപ്പും എടുക്കും കോൺസ്റ്റബിൾ. എന്നിട്ട് വാതിൽ നിന്ന് ഈ ബോഡി കിടന്ന ദൂരം മണക്കും. പരമാവധി ഷട്ടിൽ നിന്ന് അടർന്നു വീണ ഒരു ബട്ടൺ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് തുമ്പാണ്. അത് തുമ്പാണോ തുമ്പിയാണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ബട്ടൺ പോയി. എന്താ കോൺസ്റ്റബിൾ എന്നുള്ള വിളിയിൽ തീരെ പിടിക്കുന്നില്ല? നിന്റെ ഈ കോംപ്ലക്സ് പരിചയം മാറണം. ബികോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായാൽ പ്രീ ഡിഗ്രി തോറ്റ് നീ മരിച്ചെടുത്തതായിരിക്കാം. CID ബികോം CID പ്രീ ഡിഗ്രി CID ഒന്നുമില്ല. എനിക്ക് അനുഭവസമ്പത്ത് കുറവാണ്. കുറച്ച് വേണം. മനുഷ്യന്റെ പേരെന്താ? അശോക് വർമ്മ. അശോക് വർമ്മയ്ക്ക് മരിക്കുമ്പോൾ എത്ര ദുഃഖം ഉണ്ടായിരുന്നു? അത് ഒരു 70-72. ഊഹം പറ്റില്ല, കൃത്യമായ വെയിറ്റ് വേണം. എന്നിട്ട് അതേ വെയിറ്റിലുള്ള ഒരു ഡമ്മി ഉണ്ടാക്കണം. ആ ഡമ്മി ഞങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക്. സർ, ഉത്തേറ്റാണ് ഓർമ്മ വെച്ചത്. അപ്പൊ ഡമ്മി അതൊന്നും നിങ്ങൾ അറിയണ്ട. എങ്ങനെ മരിച്ചാൽ ഞങ്ങൾ ഡമ്മി ഇട്ട് നോക്കും. അതാണ് ഞങ്ങൾ ഇപ്പോഴത്തെ രീതി. അതല്ല, ഒന്ന് ചത്തയാൻ പറ്റുന്ന സമയമാണ്. ഓ, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ സോറി, പിന്നെ മരിച്ചാലിന്റെ കുറച്ച് ഫോട്ടോസ് വേണം. ഒന്നിനാണ് ഫോട്ടോ ഉണ്ടല്ലോ. കൊലയാളി ആരാണെന്ന് അന്വേഷിക്കാനല്ലേ ചെയ്ത് നമ്മൾ വന്നത്. ശരിയാണ്, പക്ഷെ ഫോട്ടോ ഉണ്ടല്ലോ, കുറച്ചുകൂടെ എളുപ്പമുണ്ടല്ലോ. ഓക്കെ, ഇനിയിപ്പോ ആരുടെ മുമ്പിലും തലകുത്തി നിൽക്കാം. എന്തായാലും നിങ്ങൾ 5 കൊല്ലം തയ്ക്കും. 5 പോലെ സാർ. 60 കഴിഞ്ഞാൽ അധികാര രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്ന് പറയുന്നവർ നമ്മുടെ ശത്രുക്കളാണ്. എണീറ്റ് നടക്കാൻ വയ്യാതായാലും സാർ ഞങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കണം. അതിനായിരിക്കും ഇനി എന്റെ ശ്രമം. യെസ്, നിങ്ങൾക്ക് ഞാൻ ശുഭയാത്ര നേരുന്നു. താങ്ക് യു.